ശരിക്കും ദീപക് എന്ന വ്യക്തി ആത്മഹത്യ ചെയ്തല്ല, കൊന്നതാണ്. നമ്മൾ ഉൾപ്പെടെയുള്ള ഈ സൈബർ ലോകം കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സത്യം. കാര്യം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന സോഷ്യൽ മീഡിയ ആണല്ലോ കോടതി. നമ്മളാണ് വാദിക്കുന്നത്, നമ്മളാണ് ശിക്ഷിക്കുന്നത്, എല്ലാം സോഷ്യൽ മീഡിയ വഴിയാണ്. കാര്യം ഒരു വ്യക്തിയെ നമ്മൾ മാനസികമായിട്ട് തളർത്തി, അയാൾ ആത്മഹത്യ ചെയ്തു, കൊന്നു. ഒരു പ്രശ്നത്തിൻ്റെ വാലും തുമ്പും കേട്ടുകൊണ്ട് നമ്മളങ്ങോട്ട് തുടങ്ങിയേ ഈ 5 ഇഞ്ച് നീളമുള്ള മൊബൈലും വെച്ച് അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പും വെച്ച് അതിനകത്തിട്ട് നമ്മൾ തീരുമാനിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു മനുഷ്യൻ എന്ത് രീതിയിൽ തകർന്നിട്ടായിരിക്കും അയാൾ ആത്മഹത്യ എന്നുള്ള രീതിയിലേക്ക് പോയത്, അയാളുടെ ജീവിതം അവസാനിപ്പിച്ചത്. ഈ റീച്ചിന് വേണ്ടിയിട്ടും 4 ആൾ കാണാനും അറിയാനും ഫെയിം ആവാനൊക്കെ വേണ്ടിയിട്ട് ഈ ചേച്ചിമാരൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്തു കിട്ടൂലേ. എൻ്റെ ചേച്ചിമാരും സഹോദരിമാരും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഫിസിക്കലി ഈ ബസ്സിലും ട്രെയിനിലൊക്കെ പല രീതിയിൽ അബ്യൂസ് ചെയ്യപ്പെടുന്ന പല സ്ത്രീകളുണ്ട്. അവർക്കൊക്കെ കിട്ടേണ്ട നീതിയാണ് നിങ്ങൾ കാരണം നഷ്ടമാകുന്നത്. നാളെ അവർ സമൂഹത്തോട് ഇറങ്ങി പ്രതികരിക്കാൻ, അല്ലെങ്കിൽ അവർക്ക് നേരെ ഇങ്ങനെ ഒരു ഫിസിക്കൽ അസോൾട്ട് നടക്കുന്ന സമയത്ത് പ്രതികരിക്കാൻ അവരൊക്കെ ചില സമയം മടിച്ചു പോകും. കാര്യം ആൾക്കാർ ഇതെങ്ങനെ എടുക്കും എന്നുള്ളതൊക്കെ അവരിനി പേടിയോടുകൂടിയായിരിക്കും കാണുന്നത്. അവർക്ക് പ്രതികരിക്കാൻ പറ്റൂല. നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന ഈ റീച്ചിന് വേണ്ടി കാണിക്കുന്ന ഈ തെണ്ടിത്തരമില്ലേ, അത് ഇത്തരം ആൾക്കാരുടെ അവരുടെ പ്രതികരണ ശേഷി കൂടെ നഷ്ടമാകും. ദയവ് ചെയ്ത് അതിനൊരു വില കൊടുക്കണം. ഈ സോഷ്യൽ മീഡിയ ജീവികൾ ഇങ്ങനെ സ്വിച്ചിട്ടതുപോലെ മാറിക്കൊണ്ടേയിരിക്കും. കാര്യം എന്തെന്നറിയാവോ, ആദ്യം ഒരു പ്രശ്നം അറിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ അവരോടൊപ്പം നിന്നിട്ട് അയാളെ കുറ്റപ്പെടുത്തി. അയാൾ വാനൊന്ന് ആത്മഹത്യ ചെയ്തതിൻ്റെ പിറ്റേ മണിക്കൂർ മുതൽ നമ്മൾ അയാളോടൊപ്പം നിന്നിട്ട് അവരെ കുറ്റം പറയാൻ തുടങ്ങി. നമുക്ക് തന്നെ ഒരു ധാരണയില്ല എന്താണ്, എവിടെയാണ്, എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. യഥാർത്ഥ ഫെമിനിസം എന്താണെന്ന് അറിഞ്ഞൂടാത്ത ഫെമിനിസ്റ്റുകളാണ് ഏറ്റവും വലിയ ശാപം. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അറിഞ്ഞൂടാത്ത കാര്യത്തിൽ നമ്മൾ പോയി അഭിപ്രായം പറഞ്ഞ് മറ്റൊരാൾക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ മിണ്ടാതിരിക്കുന്നതാണ്. ഒരാളെ ഉപകാരം ചെയ്തില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക.